ഭക്തിയെ ഇഷ്ടപ്പെടുന്നവളാണ് ദേവി, ഭക്തിയാൽ പ്രാപിക്കപ്പെടുന്നവളാണ് ദേവി, ഭക്തിക്ക് വശയാണ് ദേവി എന്നൊക്കെയാണ് ഇതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഉത്തരരാമായണത്തിൻ്റെ ഒരു കഥ ഇതിനെ സൂചിപ്പിക്കുന്നു. രാമായണം കഴിഞ്ഞു, സീതാപരിത്യാഗം, ലവകുശന്മാരുടെ ജന്മം, ഇതൊക്കെ കഴിഞ്ഞു. സീതാദേവി ഭൂമിപ്രവേശം ചെയ്യാൻ പോകുന്ന സന്ദർഭമാണ്. അപ്പോൾ ശ്രീരാമനും ശ്രീലക്ഷ്മണനും ഭരതശത്രുഘ്നാദികളും ഹനുമാനും ലവകുശന്മാരും അവിടെ ഉണ്ട്. സീതാദേവി ഭൂമിയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. എല്ലാവരും ദുഃഖത്തോടു കൂടി ചുറ്റി നിൽക്കുന്നു. അപ്പോൾ ദേവി അവസാനമായിട്ട് എല്ലാവരെയും തൻ്റെ തൃക്കണ്ണുകൊണ്ട് നോക്കി കടാക്ഷിച്ചു, അനുഗ്രഹിച്ചു. ഓരോരുത്തരോടും തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു. ഹനുമാനെ നോക്കിയപ്പോൾ ഇത്രയും ദേവിയെ സഹായിച്ചിട്ടുള്ള ആൾ വേറെ ഇല്ല. അതുകൊണ്ട് ദേവി നോക്കിയിട്ട് ത്രിലോക സാമ്രാജ്യപത്യം എന്നൊരു വാക്ക് പറഞ്ഞു. 3 ലോകത്തെയും ഭരിക്കുന്ന ഒരു ശക്തി എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. ഹനുമാൻ പേടിച്ചു. ഈ ത്രിലോകത്തെയും നമ്മൾ ഭരിക്കേണ്ടി വരുമോ എന്നൊക്കെ പേടിച്ചു. ഈ ഭരണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ഹനുമാന് വേണ്ടായിരുന്നു. അപ്പോൾ ദേവി പെട്ടെന്ന് കണ്ണ് തിരിപ്പിച്ച് ലവകുശന്മാരെ നോക്കി, ത്രിലോക സാമ്രാജ്യപത്യം ലവകുശന്മാർക്കുള്ളതാണ്, ഭക്തിയാകുന്ന സാമ്രാജ്യം എന്നും ഹനുമാനുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഹനുമാനും സന്തോഷവാനായി. ഭക്തി കിട്ടുന്നതാണ് ഏറ്റവും സുഖം. ഹനുമാൻ ദേവിയെ നമിച്ചു. ഭക്തനമ്ര എന്നാണ് ദേവിയുടെ ഒരു പേര്. ഭവാനി, ഭക്തനമ്രാം ഭവാനി എന്ന് ധ്യാന ശ്ലോകം ദേവിയെ സ്തുതിക്കുന്നു. ഭക്തന്മാരെ നമിക്കുന്നവൾ എന്നൊരു അർത്ഥമുണ്ട് അതിന്. അമ്മ ഓരോരുത്തരും അമ്മയുടെ അടുത്ത് വരുന്നു. അമ്മയെ കാണുമ്പോൾ അവർക്ക് അതീവ സന്തോഷമുണ്ട്. അതുപോലെ അമ്മയ്ക്കും അവരെ കാണുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവരും അമ്മയെ നമസ്കരിക്കുന്നു, അമ്മ എല്ലാവരെയും നമസ്കരിക്കുന്നു.